Dear friends, I am Abraham Cherian. Welcome to my spoken English classes. Please subscribe my channel and click on the bell icon above. Today we are going to study more about the usages of verbs. എങ്ങനെ വെർബ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം. No sentence is completed without a noun and a verb. വെർബും നൗണുമാണ് ഒരു സെൻറ്റൻസിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. Usually, verb will be changing from the root form according to nouns and the tenses in verbs. That means, noun സിംഗുലറോ പ്ലൂറലോ എന്ന് മാറുന്നതനുസരിച്ചും ടെൻസ് മാറുന്നതനുസരിച്ചും വെർബിൻ്റെ റൂട്ട് ഫോമിൽ നിന്നും സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ടാകാം. there are three tenses mainly: the present tense, the past tense and the future tense. In case of future tense, there won't be much difference in the verb in the root form. So we will study more about the present tense and past tense. Present tense, for example, ഞാൻ നടക്കുന്നു, I walk. They walk, അവർ നടക്കുന്നു. അത് സിംഗുലർ തേർഡ് പേഴ്സൺ ആകുമ്പോൾ ഷീ വാക്സ് എന്ന് വരും. അപ്പം ഐ വാക്ക്, ദേ വാക്ക്, യു വാക്ക്, ഷീ വാക്സ്, ഷീ ഈസ് വാക്കിംഗ്. വാക്കിംഗ് ഒരു വ്യത്യാസമില്ല. പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ ടെൻസിൽ പറയുമ്പോൾ വാക്സ് എന്ന് ഉപയോഗിക്കും, എസ് ഉപയോഗിക്കും. അതായത് തേർഡ് പേഴ്സണിൽ വരുമ്പോൾ എസ് ഉപയോഗിക്കും. ഇത് അറിഞ്ഞിരിക്കണം. ഹി ടേക്സ്, ഐ ടേക്ക്, ദേ ടേക്ക്, യു ടേക്ക്, ബട്ട് ഷീ ടേക്സ്, ഹീ ടേക്സ്. അതേസമയം പ്രസൻറ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഐ ആം ടേക്കിംഗ് ദറ്റ് ബുക്ക്, ഷീ ഈസ് ടേക്കിംഗ് ദറ്റ് ബുക്ക്, വി ആർ ടേക്കിംഗ് ദറ്റ് ബുക്ക്, we are taking that pencil, we are going. അപ്പം അതെല്ലാം ഓരോ ടെൻസ് മാറുന്നതനുസരിച്ചും ഇത് മാറിക്കൊണ്ടിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആറ് വരുമ്പോൾ ഗോയിങ്, യൂഷ്വലി ING കൂട്ടി ഉപയോഗിക്കുകയാണ്. നമ്മൾ ഗ്രാമറിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് യൂസേജസ് ആണ്. നമ്മൾ എങ്ങനെ യൂസ് ചെയ്ത് പഠിക്കുക, പ്രാക്ടിക്കലായിട്ട് സെൻറ്റൻസസ് പറഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം ടെൻസ് തന്നെ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിള്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് ടെൻസ്, ഇങ്ങനെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് പകരം ഓരോന്നും പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ദ വേർബ് ടേക്ക്, എടുക്കുക. ഐ ടേക്ക് ദ ബുക്ക്, ദേ ടേക്ക് ദ ബുക്ക്, യു ടേക്ക് ദ ബുക്ക്, ബട്ട് ഷീ ടേക്സ് ദ ബുക്ക്. ഐ ആം ടേക്കിംഗ് ദ ബുക്ക്, ഷീ ഈസ് ടേക്കിംഗ് ദ ബുക്ക്, ഹീ ഈസ് ടേക്കിംഗ് ദ ബുക്ക്, വി ആർ ടേക്കിംഗ് ദ ബുക്ക്. അപ്പം അതിലെ യൂസേജസ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും മനസ്സിലാക്കുക. പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ടേക്ക് എന്നുള്ളത് ടുക്ക് എന്നാകും. ഐ ടുക്ക് ദ ബുക്ക്, ഷീ ടുക്ക് ദ ബുക്ക്, ദേ ടുക്ക് ദ ബുക്ക്. അപ്പം പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ഇത് മൂന്ന് വിധത്തിലാണ് പാസ്റ്റ് ടെൻസ് വരുന്നത്. ചില വെർബ്സിനോട് ED ചേർക്കും. ഇപ്പം വാക്ക്, വാക്ഡ്, ജമ്പ്, ജംപ്ഡ്. അങ്ങനെ ഐ ജംപ്ഡ്,
ഹി ജംപ്സ്, ഹി ജംപ്ഡ്. ഷീ ജംപ്സ്, ഷീ ജംപ്ഡ്. അപ്പം ഇ ഡി ഉപയോഗിക്കും പാസ്റ്റ് ടെൻസിൽ. ചിലതിൽ മാറ്റും. ടേക്ക് എന്നുള്ളത് ടുക്ക്. ഐ ടേക്ക്, ഐ ടുക്ക്. ദൈ ടേക്ക്, ദൈ ടുക്ക്. അപ്പം സ്ലൈറ്റ് ഡിഫറെൻറ്റ് ഫോം വരും. ചിലതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഗോ, ഐ ഗോ, ഐ വെൻറ്റ്. അപ്പം രണ്ട് വിധത്തിലാണ്. ചിലതിന് ഇ ഡി ഉപയോഗിക്കും, ചിലതിന് ചെറിയ ചേഞ്ച് വരും, ചിലതിന് എൻറ്റയർലി ഡിഫറെൻറ്റ് ചേഞ്ച് വരും, ചിലതിന് ഒരു ചേഞ്ചും വരില്ല. ഫോർ എക്സാമ്പിൾ പുട്ട്, കട്ട്, ഷട്ട്. ഇതൊക്കെ വരുമ്പോൾ പുട്ടിൻ്റെ പാസ്റ്റ് ടെൻസും പുട്ട്, പുട്ടിൻ്റെ പ്രസൻറ്റ് ടെൻസും പുട്ട്, കട്ട്, ഇതൊക്കെ വരുമ്പോൾ മാറ്റമില്ല. നോർമലി കൂടുതൽ വാക്കുകളിലും ഇ ഡി ചേർക്കുകയാണ് പാസ്റ്റ് ടെൻസിൽ. അപ്പം വാക്ഡ്, ജംപ്ഡ്, ലുക്ഡ് ഇ ഡി ചേർക്കുകയാണ്. ചിലതിൽ ഇ ഡി ചേർക്കത്തില്ല. അങ്ങനെ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും. പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ചില ചേഞ്ചുകൾ വരാറുണ്ട്. ആ ചേഞ്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് ടേക്കൺ, ടുക്ക്, ടേക്ക്, ടേക്കൺ. നമ്മളിതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അപ്പം ഹാഡ് വരുമ്പോൾ ടേക്കൺ. അപ്പോൾ ടേക്ക്, ഐ ടേക്ക്, ഐ ടുക്ക്, ഐ ഹാഡ് ടേക്കൺ. ദേ ലുക്ക്, ദേ ലുക്ഡ്, ദേ ഹാഡ് ലുക്ഡ്. അപ്പം ചിലതിന് പാസ്റ്റ് ടെൻസിൻ്റെ സെയിം തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. മിക്കവാറും ഇ എൻ ചേർക്കുകയാണ്. അതായത് ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ഷീ ബ്രേക്സ് ദാറ്റ് ഗ്ലാസ്, ഷീ ബ്രോക്ക് ദാറ്റ് ഗ്ലാസ്, ഷീ ഹാഡ് ബ്രോക്കൺ ദ ഗ്ലാസ്. അപ്പം ഇ എൻ ചേർക്കുക എന്നുള്ള അനദർ ഫോമാണ്. ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. ചിലത് ജമ്പ്, ഐ ജമ്പ്, ഞാൻ ചാടുന്നു. ഐ ജംപ്ഡ്, ഞാൻ ചാടി. ഐ ഹാഡ് ജംപ്ഡ്, ഹാഡ് ചേർക്കുമ്പോൾ ജംപ്ഡ്. അപ്പോൾ പ്ലേ, ഐ പ്ലേ, ഐ പ്ലേഡ്, ഐ ഹാഡ് പ്ലേഡ്. അപ്പം ചിലതിന് പാസ്റ്റ് ടെൻസിൽ നിന്നും പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ മാറ്റമില്ല. അല്ലെങ്കിൽ അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കൊണ്ട് ഐ ഹാഡ് ഗിവൺ, ഐ ഹാസ് ഗിവൺ. അപ്പം ഐ ഹാഡ് ഗിവൺ ഉണ്ട്, ഐ ഹാസ് ഗിവൺ ഉണ്ട്. ഹാസ് ഗിവൺ വരുമ്പോഴും ഗിവൻ എന്നുള്ളതല്ല, ഗിവൺ. അങ്ങനെ നമ്മളധികം കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ സിമ്പിളായിട്ട് ഇത്രയും മാത്രം മനസ്സിലാക്കിയിരിക്കുക. അതായത് പ്രസൻറ്റ് ടെൻസിൽ നിന്നും പാസ്റ്റ് ടെൻസിൽ പോകുമ്പോൾ നോർമലി ഇ ഡി ഉപയോഗിക്കും, അല്ലെങ്കിൽ സ്ലൈറ്റ് ചേഞ്ച് വരും, ചില കേസിൽ ചേഞ്ച് വരും. പാർട്ടിസിപ്പിൾ വരുമ്പോൾ വീണ്ടും സാധാരണയായി ഇ എൻ കൂടി ഉപയോഗിക്കും. അത് നമ്മൾ കുറേ വാക്കുകൾ ഉപയോഗിച്ച് വന്നെങ്കിലേ ഉള്ളൂ. ഹീ ലുക്സ് അറ്റ് ദ വിൻഡോ, ഹീ ലുക്ഡ് അറ്റ് ദ വിൻഡോ, ഹീ ഹാഡ് ലുക്ഡ്. ടേക്ക്, took, I take that basket, I took that basket, I had taken that basket. ഈ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കൂടാതെ ഹാഡിന് ഒരു അർത്ഥം കൂടിയുണ്ട്. ഐ ഹാഡ് എ കാർ, ഐ ഹാഡ് എ നോട്ട് ഗുഡ് ഫ്രണ്ട്, ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ സ്കൂട്ടർ, ഐ ഹാഡ് എ ഗുഡ് ചെയർ എന്നുവെച്ചാൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ്. ഐ ഹാവ് എ പെൻസിൽ, ഐ ഹാഡ് എ പെൻസിൽ. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അപ്പം വെർബ് കൂടാതെ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലും ഹാഡ് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാവിങ് എന്ന് നോർമലി പറയാൻ പാടില്ല. ഹാവിങ്, ഐ ഹാവ് എ ഫ്രണ്ട്, ഐ ഹാഡ് എ ഫ്രണ്ട് എന്നുള്ളതിന്
പരലായി സമമായി ഐ ആം ഹാവിങ് എ ഫ്രണ്ട് എന്നോ ഐ ആം ഹാവിങ് എ കാർ എന്നോ ഹാവിങ് അങ്ങനെ നോർമലി ഉപയോഗിക്കാൻ പാടില്ല. ഹാവിങ് എന്നുള്ളതിന് കഴിക്കുക എന്ന അർത്ഥം കൂടിയുണ്ട്. അതായത് ഹാവിങ്, ഐ എം ഹാവിങ് എ പെൻ എന്ന് പറഞ്ഞാൽ ഞാൻ പെൻ കഴിക്കുക എന്നുള്ളതാണ്. ഐ എം ഹാവിങ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഹാവിങ്ങിന് കഴിക്കുക എന്ന അർത്ഥം കൂടിയുള്ളതിനാൽ വി ക്യാൻ യൂസ് ഐ ഹാവ് എ ഫ്രണ്ട്, ഐ ഹാഡ് എ ഫ്രണ്ട്, ഐ ഹാസ് എ ഫ്രണ്ട്, ബട്ട് ഐ ആം ഹാവിങ് എ ഫ്രണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. കഴിക്കുക എന്ന അർത്ഥം കൂടി ഉള്ളതുകൊണ്ട് ഉണ്ട് പൊസഷൻ കാണിക്കുന്നതിന് പകരം ഹാവിങ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസുകളൊക്കെ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. യെസ്, ഐ ആം ലുക്കിംഗ് അറ്റ് ദാറ്റ് പിക്ചർ, ഐ ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ, ഐ ആം ലുക്കിംഗ് അറ്റ് ദാറ്റ് പിക്ചർ, ഐ ഹാഡ് ഓൾറെഡി ലുക്ക് ദാറ്റ് പിക്ചർ, ഐ വിൽ ടേക്ക് ദാറ്റ് പെൻസിൽ, ഐ ടുക്ക് ദാറ്റ് പെൻസിൽ. അങ്ങനെ ഓരോ സെൻറ്റൻസുകളും പറഞ്ഞ് പഠിക്കുക. ഐ ടേക്ക്, ഐ ഹാഡ് ടേക്കൺ ദ പെൻ, ഐ ടുക്ക് ദ പെൻ, ഐ ഹാഡ് ടേക്കൺ ദ പെൻ. ഈ ഡിഫറൻസസുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. കൂടുതൽ ഗ്രാമറിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന് പകരം നിങ്ങളെ കൂടുതൽ ചെയ്ത് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കൂടുതൽ വാക്കുകൾ, ഇപ്പോൾ ജമ്പ്, വാക്ക്, ലുക്ക്, ബ്രേക്ക്, ഷട്ട്, ഓപ്പൺഡ്. അപ്പം അങ്ങനെയുള്ളത് പഠിക്കുക, എഴുതി പറഞ്ഞ് മനസ്സിലാക്കുക. ചിലതിൽ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളുമായിട്ട് വ്യത്യാസം വരും. ചില പ്രസൻറ്റ് ടെൻസിൽ നിന്നും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്നായിരിക്കും. ചിലതിൽ ടുക്ക്, ടേക്ക്, ടേക്കൺ മൂന്ന് ഫോമിലായിരിക്കും. ഇത് പഠിക്കുക. ഇങ്ങനെ കൊച്ചു സെൻറ്റൻസുകൾ പാസ്റ്റ് ടെൻസിലും പ്രസൻറ്റ് ടെൻസിലും ടെൻസ് അനുസരിച്ച് പറഞ്ഞ് പഠിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ ഈസിയാണ്. ഗ്രാമറിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കും കൂടുതൽ റൂൾസിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് ഇപ്രകാരം കുറേ സെൻറ്റൻസുകൾ പറഞ്ഞ് പ്രാക്ടിക്കലായി പഠിക്കാം. താങ്ക് യു വെരി മച്ച്.